ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നാണ് ആ ദിവസം. എല്ലാവരും രാവിലെ എണീറ്റ് വണ്ടി കയറി എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? ഇന്നാണ് എല്ലാവരും വെള്ളത്തിൽ ചാടുന്ന ദിവസം. ഇൻ്റർനെറ്റ് കയറി ഗൂഗിളിൽ ഫുക്കേറ്റ് നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ബ്ലൂ കളർ വെള്ളവും അതേപോലെ ലൈം സ്റ്റോൺ മൗണ്ടൻസ് ഒക്കെ ഉള്ള ആ ഒരു ഏരിയ കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പിന്നെ ഇന്നലെ ബംഗ്ലാ സ്ട്രീറ്റിൽ കിടന്ന് അടിച്ചു പൊളിച്ചതിൻ്റെ ക്ഷീണമൊക്കെ എന്ന് പറഞ്ഞ് കുറച്ച് ഉറങ്ങാൻ നടന്നു കഴിഞ്ഞാൽ ബോട്ട് വിട്ടുപോകും. ഇന്ന് നമ്മൾ ബോട്ടിലാണ് പോകുന്നത്. ഇന്നത്തെ ദിവസം ഹോട്ടൽ പിക്കപ്പ് എടുത്തുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ടാക്സി ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് നമുക്ക് ലാഭിക്കാം. വെറുതെ ഇരുന്നപ്പോൾ ക്യാമറ എടുത്ത് നമ്മൾ നീട്ടി പിടിച്ചു. നമ്മുടെ ലൊക്കേഷനും വ്യൂ ഒക്കെ ഒന്ന് കാണണ്ടേ? അങ്ങനെ ബോട്ട് നല്ല അടിച്ചു വിട്ട് സ്പീഡിൽ നേരെ ഫിഫി ഐലൻഡിലേക്ക് പോവുകയാണ്. അങ്ങനെ 1 hour സെയിലിങ്ങിന് ശേഷം നമ്മളിതാ ഫസ്റ്റ് സ്റ്റോപ്പായ വൈക്കിംഗ് കേവ്സിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 ഉദ്ദേശമുണ്ട് ബോട്ട് നിർത്തുന്നതിൽ. അതായത് നമുക്ക് ഈ സ്പീഡ് ബോട്ടിൽ നിന്ന് ലോങ് ടൈൽ ബോട്ടിലേക്ക് മാറി ഫാമിലി മാത്രമായിട്ട് ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി ഐലൻഡ്സ് എല്ലാം കവർ ചെയ്യാൻ പറ്റും. അതേപോലെ ഈ വൈക്കിംഗ് കേവ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിംഗ്ലെറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കിളികളുടെ കൂട് കാണാനാണ് നമ്മളവിടെ പോകുന്നതെങ്കിലും ഇത്രയും ദൂരത്ത് നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു ആനറാഞ്ച് വന്നിരുന്നാൽ പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ വൈക്കിംഗ് കേവ്സിന് ശേഷം ബോട്ട് നേരെ പിലിയ ലഗൂൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയി. ഇവിടെയാണ് എല്ലാവരും വെള്ളത്തിലേക്ക് ചാടുന്നത്. സ്വിമ്മിംഗ് ആണ് ഇവിടെ നടത്തുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഈ വെള്ളം കണ്ടോ? ഇതും ഈ ലൈം സ്റ്റോൺ ക്ലിഫ് പോലുള്ള ഈ മൗണ്ടൻസിൻ്റെയും ഇടയിൽ കിടന്ന് ഇങ്ങനെ സ്വിം ചെയ്യുന്ന നല്ല രസമുള്ള പരിപാടിയാണ്. സ്പീഡ് ബോട്ടിൻ്റെ ആങ്കറൊക്കെ ആശാനെടുത്ത് റെഡിയാക്കി ഒരു ഏറ് കൊടുത്തു. ഇനി ഇത് നേരെ സീബഡിൽ പോയി ആങ്കർ ആവും. കണ്ടോ, ബോട്ട് നേരെ ബാക്കിലോട്ട് വലിച്ചു. അങ്ങനെ ആങ്കർ ആവുകയാണ്. ഇവിടെയാണ് നമ്മൾ സ്നോർക്കൽ ചെയ്യാൻ പോകുന്ന സ്ഥലം. ഇവിടെ നമ്മൾ സീ ബെഡിൽ കിടക്കുന്ന സാധനങ്ങൾ മൊത്തം നമുക്ക് സ്നോർക്കൽ ചെയ്ത് കാണാൻ പറ്റും. ഇവിടെയാണ് സ്നോർക്കൽ ചെയ്യുന്നത്. സ്പീഡ് ബോട്ടെല്ലാം ഒരേപോലെ സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ ബോട്ടിൻ്റെ ബാക്ക് സൈഡിലോട്ട് എല്ലാവരും എടുത്ത് ചാടുന്നു, സ്നോർക്കൽ ചെയ്യുന്നു. ആദ്യം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും പിന്നീട് നമ്മൾ അതിൻ്റെ ട്രാക്കിലെത്തി. ബ്രീത്തിങ് പക്ക ആയപ്പോഴത്തേക്കും സ്നോർക്കലിങ് അടിപൊളിയായിരുന്നു. ഇവിടെ നമുക്ക് ഈ സീ ബെഡ് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ ഇഷ്ടംപോലെ ഡിഫറെൻറ്റ് കളേർഡ് ആയിട്ടുള്ള ഫിഷസൊക്കെ നമ്മുടെ അടുത്തൂടെയൊക്കെ പോകും. ഈ സ്നോർക്കലിംഗ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമുക്ക് സീ ബെഡൊക്കെ എത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ നമ്മൾ നോർമലി കണ്ടിട്ടില്ലാത്ത കുറേ പവിഴപ്പുറ്റുകളും അതേപോലെ സീ അർച്ചിൻസ് എന്ന് പറയുന്ന കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. പക്ഷേ അബദ്ധത്തിൽ പോലും ഈ സീ അർച്ചിൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ മുകളിൽ ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് 8ൻ്റെ പണി കിട്ടും. അങ്ങനെ സ്നോർക്കലിങ്ങും കഴിഞ്ഞ് തലയും തോർത്തി നമ്മൾ ബോട്ടേ കയറി 110 എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ പോകുന്ന ഐലൻഡിൻ്റെ പേരാണ് കോ കായ്നോക്ക് ഐലൻഡ്. ഇവിടെയാണ് നമുക്ക് ഈവനിങ് ഉള്ള സ്നാക്സും ടീയും എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിവിടുത്തെ ഒരു ലോക്കൽ ഐലൻഡാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും നോർമലിനേക്കാളും കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ഇതാണ് മായാബേ ഐലൻഡ്. ഈ ഐലൻഡിൻ്റെ ഈ സൈഡിലാണ് നമ്മൾ ബോട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇവിടുന്ന് നടന്ന് വേണം അപ്പുറത്തെ സൈഡിലെത്താൻ. നമ്മൾ ഇൻസ്റ്റഗ്രാമിലും മറ്റും കാണുന്ന മായാബേ ഭയങ്കര ലുക്കാണെങ്കിലും നമുക്ക് ആ ലുക്കിൽ ഫോട്ടോ എടുക്കാനൊന്നും ഇവിടെ പറ്റത്തില്ല. ഇവിടെ ഫുള്ളി ക്രൗഡഡ് ആണ്. അങ്ങനെ ഒരു 15 minutes നടന്ന് നമ്മൾ നേരെ മായാബേ ഐലൻഡിലെത്തി. ഇതാണ് മായാബേ ഐലൻഡ്. ഇവിടുന്ന് നമ്മൾ നടന്ന് നേരെ ആ ബീച്ചിലിട്ട് ഇറങ്ങാണ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിലും മറ്റും കാണുന്ന പോലത്തെ സിംഗിൾ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഫുള്ളി ക്രൗഡഡ് ആണ്. എന്നാൽ കുറച്ച് കടലിലോട്ട് ഇറങ്ങി നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച ഷാർക്ക് അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് തന്നെ ഇവിടെ സ്വിമ്മിംഗ് ഒന്നും പോസിബിൾ അല്ല. അങ്ങനെ മായാബേ ഐലൻഡിന് ശേഷം നമ്മൾ എത്തിയിരിക്കുകയാണ് മങ്കി ഐലൻഡ്. ഇവിടെ ഇഷ്ടംപോലെ മങ്കീസ് ഉണ്ട്. അവരാണ് ഇവിടുത്തെ റെസിഡൻസ്. പക്ഷേ നമുക്ക് അവരുടെ അടുത്ത് പോയി നിൽക്കാനോ അവരോട് കളിക്കാനോ ഒന്നും പറ്റത്തില്ല. അവർ പിടിച്ചൊരു കടി നിന്ന് കഴിഞ്ഞാൽ ഇൻഷുറൻസ് പോലും കിട്ടത്തില്ല. ഇത് അസുഖങ്ങൾ പരത്താൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇതിനെ ടച്ച് ചെയ്യരുതെന്നും അടുത്ത് പോരുതെന്നും ഇൻസ്ട്രക്ഷനിൽ ഓൾറെഡി കവേർഡാണ്. ഫിഫി ഐലൻഡ്സിൻ്റെ സെൻട്രൽ ഐലൻഡായ കോ ഫിഫി ഡോൺ ഐലൻഡ് എന്ന് പറയുന്ന ഒരു മെയിൻ ഹബ് ഐലൻഡ് ഉണ്ട്. അവിടെയാണ് എല്ലാ റെസ്റ്റോറൻറ്റ്സും ഉള്ളത്. ഈ പോകുന്ന എല്ലാവർക്കും ബൊഫയും ലഞ്ചും എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ ഐലൻഡ് ടൂറിന് ശേഷം ബോട്ട് ഇതാ തിരിച്ച് 110 എന്നും പറഞ്ഞ് തിരിച്ച് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഫി ഐലൻഡ് ടൂർ.